കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു യുഗത്തിനു കൂടി ഇവിടെ തിരശീല വീഴുകയാണ്. പോർച്ചുഗലിനോട് തോറ്റ് ക്രൊയേഷ്യ ലോകകപ്പിൽ നിന്ന് പുറത്താകുമ്പോൾ അത് കേവലം ഒരു തോൽവി മാത്രമായിരുന്നില്ല. ഒരുപക്ഷെ ആ 10ാം നമ്പർ ജേഴ്സിയിൽ നമ്മൾ കാണുന്ന ലൂക്ക മോഡ്രിച്ചിന്റെ അവസാന ലോകകപ്പ് മത്സരമായിരിക്കും കഴിഞ്ഞത്. മൈതാന മധ്യത്തെ തന്റെ മാന്ത്രികത കൊണ്ട് ഭരിച്ച ക്രൊയേഷ്യൻ മജീഷ്യൻ മത്സരശേഷം കണ്ണീരോടെയാണ് കളം വിട്ടത്. റൗണ്ട് ഓഫ് 32-ലെ ആ കടുത്ത പോരാട്ടത്തിനൊടുവിൽ വിസിൽ മുഴങ്ങിയപ്പോൾ തന്റെ പ്രിയപ്പെട്ട രാജ്യത്തെ ഇനിയൊരു ലോകകപ്പിലേക്ക് നയിക്കാൻ തനിക്കാവില്ലെന്ന തിരിച്ചറിവ് ആ മുഖത്തുണ്ടായിരുന്നു. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ മോഡ്രിച്ചിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതങ്ങൾ മാത്രം നിറഞ്ഞതായിരുന്നു മോഡ്രിച്ചിന്റെ ലോകകപ്പ് യാത്രകൾ. വിഭജനത്തിന്റെ വലിയ യുദ്ധക്കെടുതികൾ അനുഭവിച്ച ഒരു കുട്ടിക്കാലത്തു നിന്നും ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ വളർച്ച. മോഡ്രിച്ചിന്റെ കുട്ടിക്കാലം ക്രൊയേഷ്യൻ സ്വാതന്ത്ര്യ യുദ്ധത്തിന്റെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിന്റെ മുത്തശ്ശനെ സൈബീരിയൻ വിമതർ വെടിവെച്ച് കൊല്ലുകയും തുടർന്ന് അഭയാർത്ഥി ക്യാമ്പുകളിലാണ് മോഡ്രിച്ച് വളർന്നതും ഫുട്ബോൾ കളിച്ചു തുടങ്ങിയതും. 2018-ൽ ഒരു ചെറിയ രാജ്യത്തെ ലോകകപ്പിന്റെ ഫൈനൽ വരെ എത്തിച്ച് ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച നായകൻ. മെസ്സിയുടെയും റൊണാൾഡോയുടെയും കുത്തക തകർത്ത് ആ വർഷത്തെ വാലന്റിയോർ പുരസ്കാരം മോഡ്രിച്ച് സ്വന്തമാക്കിയപ്പോൾ അത് ചരിത്രമായി. 2022-ലും ക്രൊയേഷ്യ 3ാം സ്ഥാനത്ത് എത്തിക്കാൻ ഈ 39-കാരന് സാധിച്ചു. പ്രായം വെറും ഒരു സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ച് മൈതാനത്ത് അവസാന നിമിഷം വരെ പോരാടിയ ശേഷമാണ് ലൂക്ക കളം വിടുന്നത്. വിടവാങ്ങൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും ആ ലോകകപ്പ് വിഷ്വലുകൾ നൽകുന്ന സൂചന വ്യക്തമാണ്. ദി ലാസ്റ്റ് ഡാൻസ് കഴിഞ്ഞിരിക്കുന്നു. ടാക്ടിക്സും കായികക്ഷമതയും കൊണ്ട് മാത്രമല്ല, ശാന്തതയും മാന്യതയും കൊണ്ട് ഫുട്ബോൾ ലോകത്തെ ഹൃദയം കവർന്ന ലൂക്ക മോഡ്രിച്ച്, താങ്കൾക്ക് നന്ദി. ഫുട്ബോൾ ലോകം താങ്കളെ എന്നും ഓർക്കും.